ദീപാവലി ടൈം ആയതുകൊണ്ട് IITയുടെ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിഖിൽ ഡിസൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറുടെ ഒരു പ്രോഗ്രാം കാണാനാണ് നമ്മൾ പോകുന്നത്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ കോൺ വെച്ച് ചില ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. നമ്മുടെ കോണിൽ, അതായത് സ്വീറ്റ് കോണിൽ ചില മസാലാസൊക്കെ ചേർത്തിട്ടുള്ള മോഡലൊരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആക്ച്വലി നമ്മുടെ കോളേജിനകത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം പുറത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സാക്കിനാക്കയിലാണ്. ഇവിടെ ഒരു ഓയോ റൂം ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓയോ റൂം എടുക്കേണ്ടി വന്നു. കാരണം നമ്മൾ താമസിച്ചിരുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്കിന്ന് സ്പേസ് ഇല്ല, കാരണം അവൻ്റെ പാർട്ട്ണർ വരുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പുറത്ത് റൂം എടുക്കേണ്ടി വന്നു നിർബന്ധിതനായി. ആക്ച്വലി എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം മുംബൈയിൽ പുറത്തുള്ള സ്റ്റേ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് തന്നെ ഏകദേശം ഒരു പെർ ഡേ നമുക്കൊരു 2000 ഒക്കെ വരും. പിന്നെ ഞാനൊരു ഡോർമെറ്ററി വിസിറ്റ് ചെയ്തു, ഒരു 800 rupees വരുന്നൊരു ഡോർമെറ്ററി വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, ഈ കൊള്ള സങ്കേതത്തിലേക്കൊക്കെ പോണ പോലെയാണ്. അതായത് ഇങ്ങനെ ഒരു റാക്കിന്റെ മുകളിൽ ഇങ്ങനെ അട്ടിയിട്ട പോലെയാണ് ബെഡുകൾ. പിന്നെ അതിന്റെ താഴെ ഇങ്ങനെ എന്താ പറയുക, ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ അത് പോയില്ല. പിന്നെ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലവും കുറച്ച് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പ്രിഫർ ചെയ്തില്ല. കാരണം രാത്രി നമ്മുടെ വല്ല ഡിവൈസസ് ഗാഡ്ജറ്റ്സ് ഒക്കെ വല്ല എടുത്തുകൊണ്ട് പോകുന്നൊക്കെ നമുക്കൊരു ടെൻഷൻ വന്ന കാരണം നമ്മളത് എടുത്തില്ല. റൂമൊക്കെ സെറ്റ് ആയതിനു ശേഷം ഞാൻ വീണ്ടും ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇടവഴികളിൽ ചെറിയ ചെറിയ ഒരു ഷോപ്പിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത്ര വലിയ കടകളൊന്നുമല്ല, എന്നാലും നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കടകൾ ഞാൻ ഒരുപാട് നടന്നപ്പോൾ പിന്നെ ഫുഡ് അടിക്കാൻ തോന്നി. ഫുഡ് അടിക്കാൻ നോക്കിയപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ മെക്ഡൊണാൾഡ്സ് ആയിരുന്നു. നമ്മൾ വീണ്ടും കാലത്ത് റെഡി ആയിരിക്കണം ഗൈസ്. നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ് നമ്മുടെ കോളേജിലേക്ക്. അപ്പോൾ TV സ്മാർട്ട് TV ആണ്, യൂട്യൂബിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വൈബായിരുന്നു കാലത്ത് തന്നെ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉറക്കം കിട്ടി, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും കോളേജിലെത്തി കാണാം. അങ്ങനെ നമ്മുടെ കൊളീഗായിട്ടുള്ള അരുണും നമ്മുടെ നാട്ടിൽ നിന്ന് എത്തി. അപ്പോൾ ഇനി മുതൽ എല്ലാ വീഡിയോസിലും ഇവനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്നും ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ഓയോ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഞാൻ തലേദിവസം താമസിച്ച അതേ റൂം തന്നെ വീണ്ടും ഞങ്ങൾ ബുക്ക് ചെയ്തു. അവിടെ തന്നെയാണ് ഇന്നും സ്റ്റേ. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇതുപോലെ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു നാടകം പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു. കുറച്ചെന്തോ ഒരു ഹിന്ദു സ്റ്റോറീസൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും അതിൽ ഹനുമാനും ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. നെക്സ്റ്റ് ഡേ തൊട്ട് ഞങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടി. അവിടെ പോണ വഴിയിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ഇതെന്താ ഡീസലാ, പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇട്ടാണ് കൈസ്. കൊതുവിനെ കൊല്ലാൻ വേണ്ടി മരുന്നടിച്ചു പോയി. ഇതിനും ഭേദം മാസ്ക് ഇടാതിരിക്കാനായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കോളേജിന്റെ അകത്തന്നെയുള്ള ഒരു ധാബയെന്നായിരുന്നു. പട്ടിരിക്കുന്നുണ്ടാവും, ഭയങ്കര വിനയായിട്ടിരിക്കുന്നത്. എന്തേലൊക്കെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ വീട്ടിലെ സീൻ കണ്ടപ്പോഴേ നമ്മുടെ ശ്രീനിവാസൻ പറയണ കേട്ടില്ലേ, തല്ലിക്കോ എത്രയാണ് തല്ലിക്കോ, ആ ഡയലോഗ് ഓർമ്മ വന്ന. ഒരു രക്ഷയില്ല, ഇമാതിരി വിനയം. ഇവരെന്നെ നമ്മളെ രാത്രി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ ഓടിപ്പിക്കൂട്ടാ. പക്ഷെ ഇപ്പൊ ഭയങ്കര വിനയം. ഇവിടെ എങ്ങനെയാണ് ഗൈസ്, നമ്മള് കഫേയുടെ ഉള്ളിലൊക്കെ അങ്ങനെ പട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തതിനു ശേഷം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സംഭവങ്ങൾ കിട്ടുക. 45 രൂപയ്ക്ക് നൂഡിൽസ് കിട്ടും, 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കിട്ടും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്താലേ നമ്മുടെ ഫുഡ് ഐറ്റംസ് വരുള്ളൂ. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു അതിഥി വന്നു എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളുടെ റൂമിലേക്ക് കാലത്തന്നെ ഒരു ചേട്ടൻ വന്നു. ബൾബ് മാറ്റിയിടാൻ വേണ്ടി വന്നതാണ്. അതായത് IITസിലെ എല്ലാ ട്യൂബുകളും LED ട്യൂബുകളിലേക്ക് മാറ്റാൻ പോവാണ്. ഓൾറെഡി ഇവിടെ ഉപയോഗിക്കുന്നത് BLDC ഫാനുകളൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ട് ബൾബ് മാറ്റുള്ള ചേട്ടൻ വന്ന് അവരുടെ പണി അടിപൊളിയായിട്ട് ചെയ്തു. അന്ന് വൈകിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് വന്ന് ഇറങ്ങി. അപ്പോൾ IITയുടെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്. ട്രാഫിക് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഒരു ഫ്ലൈ ഓവർ എന്തെന്നതിന് പറയാം, ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ ജസ്റ്റ് അതിലൂടെയാണ് ഇത്തവണ പോകാനായിട്ട് പ്ലാൻ ഇട്ടത്.
ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് IIT വ്യൂ ആണ് കാണുന്നത്. IIT ബോംബെ എന്നുള്ള ഒരു എഴുത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഗേറ്റ് ആണ് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഒരുപാട് വലിയ ഒരു സ്ഥലമാണ് IIT ബോംബെയുടെ ഉൾഭാഗത്തുള്ളത്. IITയുടെ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നഗോരി ടീ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചായ കിട്ടുന്ന സ്ഥലമാണ്. അവിടുത്തെ ചായയും ബണ്ണും ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ചായയും ബണ്ണൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ RCity മോളിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഓല ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60 രൂപയാണ് നമ്മുടെ IIT ബോംബെ RCity മോളിലേക്ക് ഡിസ്റ്റൻസിൽ നമ്മൾ കൊടുക്കേണ്ട ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് നമ്മുടെ അരുണ് നമ്മുടെ കൂടെയുണ്ട്. സോ നമ്മൾ RCity മോളിലേക്ക് എത്തിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുംബൈ RCity മോളിലേക്കുള്ള വഴികളിലൂടെ കാണുന്ന കാഴ്ചകൾ. സോ ഓല ബുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. ഓട്ടോ ചേട്ടന്മാരൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ അല്ലാതെ ഓട്ടോ ചേട്ടന്മാർ എടുക്കുകയാണെങ്കിൽ തന്നെ അവരെല്ലാം തന്നെ മീറ്റർ ഉപയോഗിച്ചിട്ടുള്ള ചാർജസ് ആണ് നോർമലി വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ മുംബൈ RCity മോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുക. സോ ഇതാണ് ഗൈസ് ആ ഒരു ദീപാവലിയുടെ ഡെക്കറേഷൻസ്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും ഈ ഒരു സമയത്ത് ദീപാവലിയുടെ ഡെക്കറേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു മോളാണ്. എന്നാലും ലുലു മോളിൻ്റെ അത്ര സൈസ് വരില്ല എന്ന് തോന്നുന്നു. കുറച്ച് റാൻഡം മിസ്റ്റേക്സ് എടുത്തിട്ടേ ഇവിടെ നീ വിചാരിക്കണമല്ല കേട്ടോ, വലിയ മോളാട്ടോ. അല്ല ഇത് ഇങ്ങനൊരു റൗണ്ടാ. നമ്മൾ ഒരിക്കലും ഷോപ്പയുടെ ഒക്കെ ഒരു വലിപ്പം വെച്ചിട്ടേ നമ്മൾ കമ്പയർ ചെയ്യും. പക്ഷെ അതല്ലേ കാണണല്ലേ. ദീപാവലി ആയതുകൊണ്ട് നമ്മുടെ മോളിൻ്റെ പുറത്തും നല്ല രീതിയിലുള്ള അലങ്കാര പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ ഒരു ഓല ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഈ മോളിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. സോ ഇതാണ് ഗൈസ് ആ ഒരു മോളിൻ്റെ പുറം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല റഷുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കിട്ടുന്ന മാർക്കറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേരത് കഴിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇപ്പോഴും അത് കഴിക്കാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലേക്ക് എത്തിയിട്ടില്ല. മേ ബി ഞാൻ കഴിക്കുമായിരിക്കാം. പക്ഷേ അത് കണ്ടപ്പോൾ ഭയങ്കര ഡേർട്ടി ആയിട്ടൊക്കെ എനിക്ക് തോന്നി. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. ഷവർമയൊക്കെ നല്ല സിമ്പിളായിട്ട് ഓപ്പൺ എയറിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഹോസ്റ്റലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രെയിനാണ്. എല്ലാ ദിവസവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കാണാം. നല്ല ഭംഗിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിച്ചു എന്ന് മാത്രം. പിറ്റേ ദിവസം എണിച്ച് ഞങ്ങൾ മെസ്സിൽ പോണ വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അതായത് ക്യാമ്പസിൻ്റെ അകത്ത് ഇതുപോലെ പശുക്കളും കാളകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊരു ടീം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കാളകൾ തമ്മിൽ തല്ലുവിടുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരു രസമുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഒരു എന്താ പറയുക, ഒരു മൃഗങ്ങളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു ക്യാമ്പസ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ പശുക്കളെ കണ്ടു, ഇനി കുരങ്ങന്മാരെ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ. പിന്നെ ഫുൾ ടൈം ഇവിടെ പട്ടികളുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പസ്. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളൊരു ഡിസിഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഹൈദരാബാദി ബിരിയാണി സ്പെഷ്യലായിട്ടുള്ള ഒരു കട ഞങ്ങൾ കണ്ടു. അവിടെ പോയിട്ട് ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. 200 രൂപയാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും എക്സ്പെൻസീവ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണത്. സോ ഫുഡ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് 200 രൂപയ്ക്ക് പക്ക വെർത്താണ്. കാരണം മുംബൈയിൽ വന്നിട്ട് ഇത്രയും ടേസ്റ്റുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ഒരുപാട് വെറൈറ്റി ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണി ഐറ്റം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ വെക്കുന്ന ബിരിയാണിയേക്കാളും അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നല്ല ഹോട്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ ആയിരുന്നു ഫുഡിലുണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ടീമിനെ കണ്ടത്. 2 പിള്ളേർ. ഞാൻ വിചാരിച്ചു ചെറിയ പിള്ളേരാണെന്നുള്ളത്. അവരൊരു പ്ലെയിനൊക്കെ ആയിട്ട് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് അത് പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർ നടന്നു വരുന്നതിനെ കണ്ടു. ഞാൻ ഗ്രൗണ്ടിന് പുറത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ അവർ വരുന്നതിൻ്റെ പിന്നാലെ ഞാൻ ഫോളോ ചെയ്ത് വന്നതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായി അവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഞാൻ അവന്മാരെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവന്മാരത് പ്ലെയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്ലെയിൻ എന്തൊക്കെയോ ആക്സിഡൻ്റ് ചെയ്ത് താഴെ വീണിരിക്കുകയാണ് ഗൈസ്. താഴെ വീണ പ്ലെയിൻ എടുത്തിട്ട് അവരെന്തൊക്കെയോ റിപ്പയറൊക്കെ ചെയ്യാൻ നോക്കി. എന്നിട്ടും അത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഈ ഒരു പ്ലെയിൻ ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ജസ്റ്റ് ആ ഒരു പ്ലെയിൻ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാൻ ലോഞ്ച് ചെയ്തപ്പോഴും ആ ഒരു പ്ലെയിൻ നേരെ പോയിട്ട് താഴെ വീണു. എന്തോ ഒരു പ്ലെയിനിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതിനുശേഷം അവർ ജസ്റ്റ് ഡ്രോണൊക്കെ എടുത്തിട്ടുള്ള പരിപാടി തുടങ്ങി. There you go.
ഇപ്പം ഞാൻ ആ ഒരു ഡ്രോണിനെ എൻ്റെ കയ്യിലേക്ക് ലാൻഡ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ്. അതിനോട് ഞാൻ കൈ നീട്ടി പിടിച്ചു. പക്ഷേ ആദ്യത്തെ തവണ ജസ്റ്റ് ഡ്രോണ് താഴെ പോയി ഗൈസ്. പക്ഷെ ഒന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് നേരെ ആ ഒരു താഴ്ഭാഗം താഴോട്ടായിട്ട് തന്നെയാണ് വീണത്. വീണ്ടും അവർ എൻ്റെ കയ്യിലോട്ട് തന്നെ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ നിൽക്കാൻ പറഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു. പക്ഷേ വീഴാൻ പോയി. വീണ്ടും ഞാനത് പിടിച്ച് ഹോൾഡ് ചെയ്ത് നിർത്തി ഗൈസ്. അങ്ങനെ നമ്മുടെ കയ്യിൽ അവസാനം അത് ലാൻഡ് ചെയ്യിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഓടിച്ച് നോക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൺട്രോൾസ് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നമ്മുടെ IIT ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു.